ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 24-ാം വാർഡ് പഞ്ചാമൂല മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും നൽകി ആദരിച്ചു. സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 24-ാം വാർഡ് പഞ്ചാമൂല മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കോട്ടൂർ പാൽ സൊസൈറ്റിക്ക് സമീപം നടന്ന ചടങ്ങിൽ ശ്യാമിലി ടി സ്വാഗതം പറഞ്ഞു. കെ ബിജു അധ്യക്ഷനായി. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഉള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മറ്റേത് പാർട്ടിയുമാകട്ടെ, ഇന്ന് നിങ്ങൾ കാണുന്ന നാട്ടിൽ കാണുന്ന BJP ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, ഞങ്ങൾ അവരെ കുറ്റം പറയുന്നില്ല. അവരൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പ്രത്യേകിച്ച് BJPയും RSSും ഉയർത്തുന്ന മുദ്രാവാക്യം നിങ്ങൾക്കറിയാം. ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ആശയപരമായി സ്വാതന്ത്ര്യ സമരത്തിന് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ, ആശയപരമായി പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ BJP രാഷ്ട്രീയപരമായിട്ടല്ല മത്സരിക്കുന്നത്. വർഗീയത, ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഇവരെല്ലാം പരസ്പരം പോരടിക്കുന്ന, വർഗീയത ആളിക്കത്തിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് അവരുടെ നയം. നിങ്ങളെല്ലാം അത് മനസ്സിലാക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, നിങ്ങൾക്കറിയാം, തൊട്ടടുത്താണ് നമ്മുടെ മലപ്പട്ടം. മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ പോലും അവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഗാന്ധിജിയുടെ തലയെറുത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരുടെ മാർഗം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസമുള്ളവരെയൊക്കെ അടിക്കുക, ആക്രമിക്കുക, കൊല്ലുക. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും ഭാരതത്തിന്റെ മതസൗഹാർദ്ദത്തിനും നമ്മുടെ ഐക്യത്തിനും നമ്മുടെ അഖണ്ഡതയ്ക്കും എതിരായ പ്രത്യയശാസ്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. കോൺഗ്രസിന്റെ ദൗർബല്യങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന, ഹൈന്ദവനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ചേർത്ത് നിർത്തി ഈ രാജ്യത്തെ മതേതര വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന, രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനം. മതേതര പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, എല്ലാവരെയും സഹോദരന്മാരായി കാണുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്ര പശ്ചാത്തലം. നമ്മുടെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, DCC സെക്രട്ടറി KP ഗംഗാധരൻ, UDF കൺവീനർ MO മാധവൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് NJ സ്റ്റീഫൻ, അഡ്വക്കേറ്റ് തങ്കച്ചൻ മാത്യു, KP ലിജേഷ്, AK ആനന്ദ്, ശശിധരൻ AK, ഷീന MV, സഹജപ്രിയൻ, ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. പ്രശസ്ത തെയ്യം കലാകാരൻ അഭിലാഷ് പണിക്കരെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു.